തിരുവനന്തപുരം പെരിങ്ങമല സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ബിജെപി വെട്ടി. തിരുവനന്തപുരം പെരിങ്ങമല സഹകരണ സംഘത്തിലെ ക്രമക്കേടിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കണ്ടെത്തലുമായി സഹകരണ വകുപ്പ് റിപ്പോർട്ട്. പെരിങ്ങമല സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന് തിരിച്ചടി. സഹകരണ ബാങ്ക് അഴിമതിയിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന് പങ്ക്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബിജെപി RSS നേതാക്കൾ നടത്തിയ കോടികളുടെ തട്ടിപ്പിൽ ഇരയായത് സാധാരണക്കാരായ നിരവധി മനുഷ്യരാണ്. തിരുമല അനിലിന്റെയും ആനന്ദ് കെ തമ്പിയുടെയും ആത്മഹത്യയും MS കുമാർ എന്ന ബിജെപിയുടെ മുതിർന്ന നേതാവിന്റെ വെളിപ്പെടുത്തലുകളുമൊക്കെ വിരൽ ചൂണ്ടുന്നത് ഈ കൊള്ള സംഘത്തിന്റെ അനീതിയുടെയും അഴിമതിയുടെയും ഉള്ളറകളിലേക്കാണ്. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് തിരുമല അനിൽ തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. തിരുമല അനിലിന്റെ മരണത്തിന് കാരണം ബിജെപി ആണെന്നും സംഘത്തിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരിൽ 90% ബിജെപിക്കാർ തന്നെയാണെന്നും MS കുമാറും സാക്ഷ്യപ്പെടുത്തുന്നു. തനിക്ക് 37 ലക്ഷം രൂപയുടെ വായ്പ ബാധ്യതയുള്ളതായി ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നു. എന്നാൽ ആനന്ദ് ബിജെപി പ്രവർത്തകനല്ലെന്നാണ് ബിജെപി പറയുന്നത്. ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബിജെപിയുടെ പ്രവർത്തകനായിരുന്നില്ല. അദ്ദേഹത്തിന് ബിജെപിയുടെ ചുമതലയുണ്ടായിരുന്നില്ല. അദ്ദേഹം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല. തിരുമല അനിലിനെ കൈവിടുകയും അനിലിന്റെ ബാങ്കിലെ സാമ്പത്തിക ബാധ്യതയിൽ ബിജെപിക്ക് പങ്കില്ലെന്ന് വാദിക്കുകയും ചെയ്ത ഇതേ ബിജെപി നേതാക്കൾ തന്നെയാണ് പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിൽ തീവെട്ടിക്കൊള്ള നടത്തിയിരിക്കുന്നത്. ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എസ് സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റും RSS മുൻ വിഭാഗ് ശാരീരിക പ്രമുഖുമായ G പത്മകുമാർ 46 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ട്. ബാങ്കിന് 4.16 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് കണ്ടെത്തൽ. ഭരണസമിതിയിൽ 16 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 7 പേർ 46 ലക്ഷം വീതം തിരിച്ചടയ്ക്കണം. 9 പേർ 16 ലക്ഷം വീതം തിരിച്ചടയ്ക്കണം. ഭരണസമിതിയിലുള്ളവർ നിയമം ലംഘിച്ച് വായ്പയെടുത്തുവെന്ന് സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഭരണസമിതി അംഗങ്ങൾ അതേ ബാങ്കിൽ നിന്ന് വായ്പയെടുക്കാൻ പാടില്ലെന്നുള്ള വ്യവസ്ഥ നിലനിൽക്കെയാണ് സഹകരണ ചട്ടം ബിജെപി നേതാക്കൾ ലംഘിച്ചത്. എന്നാൽ മാധ്യമസിംഹങ്ങൾക്ക് ഇതൊരു വാർത്തയല്ല, അന്തിച്ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ട. ഈ നേതാക്കന്മാരുടെ സാമ്പത്തിക ഉറവിടങ്ങൾ SIT-മാരെ വെച്ച് അന്വേഷിപ്പിക്കേണ്ട. കാരണം പ്രതിസ്ഥാനത്ത് CPM-ഉം പിണറായി വിജയൻ സർക്കാരുമല്ല. മാധ്യമധർമ്മം അത് ചിലർക്ക് ഇങ്ങനെയാണ്.